ഹലോ സ്നേഹങ്ങളെ, ഞാൻ മാനിയ റഹീം. നമ്മുടെ കല്ലിവല്ലി നൂലാമാല ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വരാൽ കൊയ്ത്ത് ചിത്രീകരിക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇത് വളർത്തു മീനാണെങ്കിലും നാട്ടുവരാലിൻ്റെ അതേ ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. ഞാനിത് കഴിച്ചു നോക്കി. തിരൂരങ്ങാടി PSMO കോളേജിലെ അധ്യാപകനായിരുന്ന, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വിട്ടുപിരിഞ്ഞു പോയ, ഞങ്ങളുടെ നാടിൻ്റെ തന്നെ പ്രിയപ്പെട്ടവനായിരുന്ന റഷീദ് മാഷിൻ്റെ വീട്ടിലെ മീൻകുളത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചാണ് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണാം. മാഷിൻ്റെ മരണശേഷം മകൻ ബെന്നയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പുതിയ കുഞ്ഞുങ്ങളെ ഇടാനായിട്ട് ഇതിനകത്തുള്ള വരാലുകളെ മറ്റൊരു ചെറിയ പ്ലാസ്റ്റിക് കുളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വരാലുകളെ മാറ്റിയിടുന്നതൊന്ന് കണ്ടു നോക്കാം. സംഭവം ഇവർ ഇത്ര ചെറിയ മീനാണെങ്കിലും ഇതിനകത്ത് നിന്ന് ഇവരെ പിടിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ജോലിയാണ് കേട്ടോ. ഞാനൊന്ന് പിടിക്കാൻ ഇറങ്ങി നോക്കി, പക്ഷേ എന്നെക്കൊണ്ട് പിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഓരോ മിന്നലാണ് നമ്മുടെ മുന്നിലൂടെ മുഖത്തൂടെ ഒക്കെ കണ്ട് ചാടിയിട്ട് മിന്നി പോകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അത്രക്കും ശക്തിയിലാണ് ഇവർ പടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും എനിക്കൊരു 2 മീനിനെ പോലും അതിന് ഇത്രയും മീനുകളുണ്ടായിട്ടും പിടിക്കാൻ പറ്റിയില്ല. മാഷിൻ്റെ ചെറിയ മോൻ ഹസനുൽ ബന്നയാണ് ഇവിടുത്തെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. പുതിയതായി ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ കുളത്തിൻ്റെ പെയിൻറ്റിങ് ജോലികളൊക്കെ അദ്ദേഹമാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കല്ലിവല്ലി നൂലാമാല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതിനകത്ത് പുതിയ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. ഇതുപോലുള്ളത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ടതൊക്കെ വരാനുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തു വെച്ചാൽ സന്തോഷം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുപോലെ ഊട്ടിയിലേക്കും മൈസൂരിലേക്കൊക്കെ ടൂർ പോകുമ്പോൾ ഗൂഡല്ലൂർ തൊറപ്പള്ളിയിൽ വളരെ കുറഞ്ഞ ചിലവിൽ താമസിക്കാൻ നമ്മളടുത്തൊരു ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സായിട്ടൊക്കെ വന്ന് താമസിക്കാൻ വളരെ കുറഞ്ഞ ചിലവിൽ കിച്ചൺ അടക്കം റൂമുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ.